السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, എൻ്റെ വാത്സല്യനിധികളായ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഒരാളോടും ഒരു വ്യക്തിയോടും നമ്മൾ ചോദിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ അങ്ങേയറ്റം വെറുത്ത ഒരു കാര്യമാണ് ജനങ്ങളെ മുമ്പിൽ കൈ നീട്ടുക, ജനങ്ങളോട് ചോദിക്കുക എന്നത്. അബൂദാവൂദ്, നസായി, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അനി സൗബാൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തകഫല ലി അൻ ലാ യസ്അല അന്നാസ ശൈഅൻ വ അതകഫലു ലഹു ബിൽ ജന്ന. മൻ തകഫല ലി, എനിക്ക് ആരെങ്കിലും ഉറപ്പ് നൽകുകയാണെങ്കിൽ, എന്നോട് ആരെങ്കിലും ഒരു കരാർ നൽകുകയാണെങ്കിൽ, അല്ലാ യസ്അല അന്നാസ ശൈഅൻ, ജനങ്ങളോട് ഒന്നും തന്നെ ചോദിക്കുകയില്ല എന്ന്, എങ്കിൽ വ അതകഫലു ലഹു ബിൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊണ്ട് സാക്ഷി നിൽക്കുമെന്ന് മഹാനായ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ. അപ്പോൾ നമ്മൾക്കൊരു സംശയം ഉണ്ടാവും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടല്ലോ, അങ്ങനെ ചില ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, ഖുൽ മാ സഅൽതുകും മിൻ അജ്രിൻ ഫഹുവ ലക്കും ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഖുൽ മാ സഅൽതുകും മിൻ അജ്രിൻ ഫഹുവ ലക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് നിങ്ങൾക്ക് തന്നെയാണ് എന്ന് നബിയെ തങ്ങൾ പറയുക. ഖുൽ, നബിയെ തങ്ങൾ പറയുക, മാ സഅൽതുകും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒന്ന്, മിൻ അജ്രിൻ ഫഹുവ ലക്കും, അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ ഗുണം, അതിൻ്റെ നേട്ടം, അതുകൊണ്ടുണ്ടാകുന്ന എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് തന്നെയാണ്. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, എൻ്റെ പ്രതിഫലം, എൻ്റെ കൂലി അള്ളാഹുവിൻ്റെ മേലിൽ മാത്രമാണ്. എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതിൻ്റെ പ്രതിഫലം നൽകുന്നവൻ, എനിക്ക് കൂലി നൽകുന്നവൻ. ഇത് എന്നോട് ഈ നിലയിൽ കൽപ്പിച്ചതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത് മുഴുവൻ ഈ ദുന്യവിയായ ആ വ്യക്തിക്ക് ഒരു നേട്ടത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ ആഖിറത്തിൽ വലിയ വമ്പിച്ചതായ ഒരു നേട്ടത്തിന് വേണ്ടിയോ മാത്രമാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളെയും വളരെ അങ്ങേയറ്റം അറിയുന്നവനും സാക്ഷിയും ആണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം, ഒരുത്തൻ്റെ രഹസ്യങ്ങൾ ഒരിക്കലും ചിരഞ്ഞന്വേഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ മനുഷ്യന് രഹസ്യമായി സൂക്ഷിച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അതെല്ലാം നാം അവൻ്റെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിക്കിക്കുത്തി എന്താ അങ്ങനെ, എന്താ ഇങ്ങനെ എന്നിങ്ങനെ ഒരു മനുഷ്യൻ്റെ രഹസ്യങ്ങൾ നാം ചിരഞ്ഞ് അന്വേഷിച്ച് ചോദിച്ചറിയാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓരോ മനുഷ്യന്മാർക്കും ഒരു രഹസ്യങ്ങൾ ഉണ്ടാവും. പക്ഷേ അത് ചില ആളുകൾക്ക് എന്താവും, അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അവിടെ പോയെന്തിന്, ഇവിടെ പോയെന്തിന്, അങ്ങനെ ചെയ്താൽ എന്താ, അങ്ങനെ ചെയ്താൽ എന്തിന് എന്നുള്ളതൊക്കെ ചോദ്യം കൊണ്ട് ആ മനുഷ്യൻ്റെ രഹസ്യങ്ങളെ ചോർക്കാൻ ഒരാളും ഒരു കാര്യവും ഒരു വ്യക്തിയോട് ചോദിക്കരുത്. മറ്റൊന്ന്, രണ്ടാമത്തെ കാര്യം, ലാ തസ്അലിൽ ഇമാറാത്ത്, അധികാരം ഒരാളോടും ചോദിക്കണ്ട. കുറച്ച് ആൾക്കാരെ സെറ്റപ്പാക്കി നിർത്തി എനിക്ക് ആ അധികാരം കിട്ടണം, എനിക്ക് ആ ഒരു സ്ഥാനത്തോടുള്ള ആ ഒരു അത്യാഗ്രഹം, ആ അധികാരം എനിക്ക് കിട്ടണം, ആ അധികാരത്തിന് വേണ്ടി ചോദിക്കുകയാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ അബൂദറെ, അറാക വഈഫൻ, ഞാൻ നിന്നെ വളരെ ബലഹീനനായിട്ടാണ് കാണുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നീയും ഇഷ്ടപ്പെടണം, നിനക്കും ലഭ്യമാകണം എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. പക്ഷേ രണ്ട് കാര്യങ്ങൾ നീ ഏറ്റെടുക്കുകയോ അതിന് ആജ്ഞാപിക്കുകയോ ചെയ്യരുത്. രണ്ട് കാര്യങ്ങൾ നീ ഏറ്റെടുക്കുകയോ അതിന് വേണ്ടി ആജ്ഞാപിക്കുകയോ ചെയ്യരുത്. ഒന്നാമത്തെ കാര്യം, മാലിൽ യത്തീമിൻ്റെ സംരക്ഷണം, സമ്പത്ത് സംരക്ഷിക്കാമെന്ന് ഏറ്റെടുക്കാൻ പാടില്ല. അത് നീ ചോദിക്കുക. പക്ഷെ നിർബന്ധഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കേട്ടോ അത് ഏറ്റെടുക്കില്ല എന്നല്ല, വലിയൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതെല്ലാം ഇവിടെ ചർച്ച ചെയ്യുന്നത്.
മാല്യത്തീം യത്തീമിന്റെ സമ്പത്ത് സംരക്ഷിച്ചോളാ എന്ന് അത് ചോദിച്ചു വാങ്ങുകയോ അതല്ലെങ്കിൽ അതിനെ നമ്മൾ ഏറ്റെടുക്കുകയോ ചെയ്തത് മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഇന്നഹ അമാനത്തുൻ, തീർച്ചയായും അത് അമാനത്താണ്. ഇന്നഹ യൗമൽ ഖിയാമത്തി ഖിസ്യും വനദാമ, തീർച്ചയായും അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ അത് അപമാനവും ഖേദകരവുമായിരിക്കും. ആർക്ക്? ഇല്ലാമൻ അഖദഹ ബിഹഖ്ഖിഹ, അതിൻ്റെ യഥാർത്ഥം കൊണ്ട് അതിനെ പിടിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു മനുഷ്യൻ. അതിനെ ചെലവ് ചെയ്യുന്നിടത്തും അതിനെ കൈകാര്യം ചെയ്യുന്നതിലെല്ലാം അതിൻ്റെ വശങ്ങളും അതിൻ്റെ നന്മയും ആഗ്രഹിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാത്ത മനുഷ്യൻ അത് വളരെ അങ്ങേറ്റത്തെ ഖേദത്തിലും അപമാനത്തിലും ആയിരിക്കും അന്ത്യനാളിൽ നിന്ന്. അന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ് കാണാം, ഇന്നക്കും സതുഹരിസൂന അലൽ ഇമാറ, അധികാരത്തിൻ്റെ മേൽ നിങ്ങൾ അത്യാഗ്രഹം കാണിക്കും. പക്ഷേ അന്ത്യനാളിൽ അത് നിങ്ങൾക്ക് വളരെ പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ്. ഖേദമായിരിക്കും, നിങ്ങൾ അന്ന് ഖേദം പ്രകടിപ്പിക്കും. കാരണം ഒരു അധികാരം എന്നുള്ളത് ഖേദമാണ്. ഇവിടെ ദുനിയാവിൽ ആനന്ദം കിട്ടും, ആളുകൾ കൂടെ ഉണ്ടാവും, പ്രോത്സാഹനം നൽകാൻ ആളുകളുണ്ടാവും, എല്ലാം ഞാൻ ചെയ്തു തരാൻ ആളുണ്ടാവും, നിന്നെ പുകഴ്ത്താൻ ആളുണ്ടാവും, നിന്നെ വന്ദിക്കാൻ ആളുണ്ടാവും, നിന്റെ കൂടെ നടക്കാൻ ആളുണ്ടാവും, നിന്റെ കൂടെ ഇരിക്കാൻ ആളുണ്ടാവും, എല്ലാം നിന്റെ കൂടെ ഉണ്ടായി വലിയ ആനന്ദം കൊണ്ട് നിന്റെ അധികാരം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും അന്ത്യനാളിൽ നീ ഖേദിക്കേണ്ടി വരും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം ഇമാറത്തിനെ ചോദിക്കരുത് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ആവശ്യമില്ലാത്ത കാര്യം. ഇത് നമ്മൾക്കത് ആവശ്യമില്ല, പിന്നെ എന്തിനു വേണ്ടി ചോദിക്കുന്നു? ആനന്ദത്തിന് വേണ്ടി, ആഡംബരത്തിന് വേണ്ടി, ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആനന്ദം, ആഡംബരം അല്ലെങ്കിൽ നമ്മൾക്ക് സംതൃപ്തി ഇങ്ങനെയൊക്കെ കണ്ട് അതിൻ്റെ മനോഹരത കണ്ടുകൊണ്ട് ആസ്വദിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നാം ഒരാളോടും ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മയ്യത്തുലുബൻ മാ ലൈസ യഗ്നീഹി ഫഖദ് ഫാതല്ലദീ യഗ്നീഹി മിൻ ഗൈരി ഇത്ല, മയ്യത്തുലുബൻ മാ ലൈസ യഗ്നീഹി ഫഖദ് ഫാതല്ലദീ യഗ്നീഹി മിൻ ഗൈരി ഇത്ല. മയ്യത്തുലുബൻ വല്ലൊരുത്തനും ആവശ്യപ്പെട്ടാൽ, തേടിയാൽ, ചോദിച്ചു നടന്നാൽ, മാ ലൈസ യഗ്നീഹി ഫഖദ് ഫാതല്ലദീ യഗ്നീഹി മിൻ ഗൈരി ഇത്ല, അവനത് ആവശ്യമില്ല. ആവശ്യം അത്യാവശ്യമൊക്കെ രണ്ടാണ്. പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആഡംബരത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ ആനന്ദത്തിന് വേണ്ടിയോ ആഡംബരാവസ്ഥയ്ക്ക് വേണ്ടിയോ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഫഖദ് ഫാതല്ലദീ യഗ്നീഹി മിൻ ഗൈരി ഇത്ല, അവന് ആവശ്യമുള്ളതും നഷ്ടപ്പെടും. അവന് പിന്തിക്കാതെ ഉടനെ തന്നെ ആവശ്യമുള്ളതും നഷ്ടപ്പെട്ടതായിട്ട് അവന് സംഭവിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരാളോട് ചോദിക്കാൻ പാടില്ല. കാരണം ആനന്ദത്തിന് വേണ്ടി, സംതൃപ്തിക്ക് വേണ്ടി, അതല്ലെങ്കിൽ ആഡംബരത്തിന് വേണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ചോദിക്കാൻ പാടില്ല. നാലാമത്തെ ഒരു കാര്യം സ്ഥാനമാനങ്ങൾ ചോദിക്കാൻ പാടില്ല. സ്ഥാനം അധികാരം രണ്ടാണ്. സ്ഥാനമാനങ്ങൾ ചോദിക്കാൻ പാടില്ല. അധികാരം എന്ന് പറഞ്ഞാൽ അത് വിധിക്കാൻ പ്രാപ്തനും കഴിവും ഔദ്യോഗികമായി നൽകപ്പെടുന്ന ഒന്നാണല്ലോ അധികാരം. അതല്ല സ്ഥാനമാനം. അത് ഒരിക്കലും ഒരു മനുഷ്യൻ ചോദിക്കാൻ പാടില്ല, അത് ആവശ്യപ്പെടാൻ പാടില്ല. ലാ തത്ലുബൻ ഇൻദൽ മുഹൈമിനി മൻസില ഇൻ കുൻത തത്ലുബു ഇൻദ നാസിൻ മൻസില. ലാ തത്ലുബൻ ഇൻദൽ മുഹൈമിനി, മുഹൈമിനായ അല്ലാഹുവിന്റെ അടുക്കൽ നീ ആവശ്യപ്പെടേണ്ട, നീ തേടേണ്ട, നീ ചോദിക്കണ്ട. ലാ തത്ലുബൻ ഇൻദൽ മുഹൈമിനി മൻസില, ഒരു സ്ഥാനം. ഇൻ കുൻത തത്ലുബു ഇൻദ നാസിൻ മൻസില, ഇൻ കുൻത തത്ലുബു, നീ തേടുന്നവനായാൽ, എൻ്റെ നാസിൻ മൻസിൽ, ജനങ്ങളുടെ അടുക്കൽ സ്ഥാനം നീ തേടുന്നവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു സ്ഥാനവും നീ പ്രതീക്ഷിക്കേണ്ട. നാലാമത്തെ കാര്യം സ്ഥാനം ചോദിക്കാൻ പാടില്ല, ആവശ്യപ്പെടാൻ പാടില്ല. ആഹ്റമാകുന്ന വീട്, സുരക്ഷിത, സുരഭില, സുന്ദരമായ, എന്നേക്കുമുള്ള വീട്, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, വ്യസനമില്ലാത്ത ആ ഒരു വീട് തിൽക്കദ്ദാറുൽ-ആഖിറ നജ്അലുഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നജ്അലുഹ, അതിനെ നാം മാറ്റി, ലില്ലദീന, ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി, ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർദ് വലാ ഫസാദൻ, ദുനിയാവിൽ അവർ മേൽമത്തരം ആഗ്രഹിക്കുകയില്ല, ഫസാദിനെയും അവർ ആഗ്രഹിക്കുകയില്ല. അങ്ങനത്തെ താഴ്മയിൽ ജീവിക്കുന്ന ആളുകൾക്കാണ് ആഖിറത്തിന്റെ വീട്. അവിടെയാണ് ദുഃഖമില്ലാത്ത ജീവിതം, വ്യസനമില്ലാത്ത ജീവിതം, ഒരാളോടും പരാതി പറയാൻ ഇല്ലാത്ത ജീവിതം. അപ്പോൾ
നാലാമത്തെ കാര്യം സ്ഥാനങ്ങളെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. പിന്നെ ജനങ്ങളോട് ചോദിക്കുക എന്നുള്ളത് വളരെ അങ്ങേയറ്റത്തെ ഒരു വിഷയമാണെങ്കിൽ ചില ആളുകൾക്ക് ഈ ചോദ്യം തന്നെ അഡിക്റ്റായി മാറിയ ആളുകളുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുക, അതെനിക്ക് കിട്ടിയില്ല, ഇതെനിക്ക് കിട്ടിയില്ല, അതെനിക്ക് കിട്ടണം, ഇതെനിക്ക് കിട്ടണം എന്നിങ്ങനെ, അതല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് തന്നില്ല, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം വന്ന് ഇക്കൊല്ലം വന്നില്ല എന്നിങ്ങനെ ചോദിക്കുക. എന്നാൽ അവരെ സംബന്ധിച്ച് എന്താ പറയുന്നറിയാം, മാ യസാലു റജുലു യസ്അലു നാസ, ജനങ്ങളോട് ഒരു വ്യക്തി ചോദിച്ചുകൊണ്ടേയിരിക്കും ഹത്താ യൗമൽ ഖിയാമത്തി, അന്ത്യനാൾ വരെ. വലൈസ ഫി വജ്ഹി മുസ്അത ലഹമിൻ, അവൻ്റെ മുഖത്തിൽ മാംസം പിച്ചി പറിച്ച് എന്ന് പറഞ്ഞാൽ മാംസമില്ലാത്ത ഒരു അവസ്ഥയിലായിക്കൊണ്ട് അവൻ ഖിയാമത്ത് നാളിൽ കണ്ടുമുട്ടുന്നത് വരെ ഒരു മനുഷ്യൻ ജനങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ജനങ്ങളോട് ഇങ്ങനെ കൈ നീട്ടി ഏത് സമയത്തും അത് വേണം ഇത് വേണം എന്നിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അവൻ്റെ അവസ്ഥ അതാണ്. എന്നാൽ ഇപ്പം അതൊക്കെ നമ്മൾ പറഞ്ഞു, എന്തെങ്കിലും ആളുകൾ നമ്മൾക്ക് സദക്കയായോ അതല്ലെങ്കിൽ സമ്മാനമായോ ഒക്കെ തന്നാൽ നമുക്ക് വാങ്ങണ്ടേ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഇതാ അഅതൈത ശൈഅൻ മിൻ ഗൈരി അൻ തസ്അലുഹു, ഒരു വ്യക്തിയോട് ചോദിക്കാതെ നിനക്ക് വല്ലതും തന്നാൽ ഫക്കുൽ, നീ ഭക്ഷിച്ചോ, അപ്പോൾ സദഖ്, നീ സദഖ ചെയ്യുകയും ചെയ്തോ, അല്ലാത്ത ചോദിച്ച് നീ വാങ്ങണ്ട. മനസ്സിലായല്ലോ? മറ്റൊന്ന്, ഇൽമ കൊണ്ട് ദുന്യാവിനെ തേടണ്ട. ഒരാൾക്കൊരു അറിവ് പറഞ്ഞു കൊടുത്തതിന്, അതിന് സമൂഹത്തിന് നമ്മൾ ഇൽമ പറഞ്ഞു കൊടുത്തതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ദുന്യാവിനെ ചോദിക്കാൻ പാടില്ല. ഉഖ്റവിയായ ആലിമും ദുന്യവിയായ ആലിമും രണ്ട് ആലിമീങ്ങളാണ്, ഉലമാക്കളാണ്. ഒന്ന് ഉലമാഉൽ ആഖിറ വലിയ ആലിമുൻ ഉഖ്റ, ഉഖ്റവിയായ ഉലമാക്കളെ നിനക്ക് കാണാൻ കഴിയും. അലാമാത്തും, ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ ദുന്യാവ് ദീനെ കൊണ്ട് ദുന്യാവിനെ അവർ തൊടൂല എന്നാണ്. അവർ ദീനെ വിറ്റിട്ട് ദുന്യാവിനെ തൊടൂല, അതാ പറഞ്ഞത്. വലിയ ആലിമിൻ ഉഖ്റ അലാമത്തുറ ലായത്തുലുബു ദുന്യ, ദുന്യാവിനെ തൊടുകയില്ല. ഇൽമി മസായില, ഇൽമ കൊണ്ട് അത് വേണം ഇത് വേണം. ഇങ്ങനെ ഇൽമ കൊണ്ട് മറ്റൊരു കാര്യവും നേടാൻ നാം ആഗ്രഹിക്കുകയും അത് ജനങ്ങളോട് ചോദിക്കാനും പാടില്ല. ഇൽമ എന്ന് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഫضل കൊണ്ട് ഒരു വ്യക്തിക്ക് നൽകുന്നതാണ്. വകൻസുൻ ലാ തഖാഫു അലൈഹി ലിസ്സാ ഖഫീഫുൽ ഹംദി യൂജദു ഹൈസു കുന്ത യസീദു ബികസറത്തിൽ അൻഫാഖി മിൻഹു വയൻഖസുഹു ബിഹി അൻ സദഖ. ഇൽമ കള്ളന് ഭയപ്പെടേണ്ട, കവർച്ചക്കാരെ ഭയപ്പെടേണ്ട, അങ്ങനത്തെ ഒരു നിക്ഷേപമാണ്. വകൻസുൻ ലാ തഖാഫു അലൈഹി ലിസ്സാ. എന്നാൽ ചുമക്കാനോ എവിടെയും ഒരു ഖജനാവ് ഉണ്ടാക്കി, ഒരു അലമറ ഉണ്ടാക്കി, ഒരു പെട്ടി ഉണ്ടാക്കി അതിൽ പൂട്ടേണ്ടതില്ല. അങ്ങനെ ചുമക്കാൻ വളരെ ലളിതമായതും പിന്നെ വലിയ ഒരു നിക്ഷേപം തന്നെയാണ് ഇൽമി എന്നത്. കള്ളനെ ഭയപ്പെടേണ്ട, ചുമക്കാൻ പ്രയാസമില്ല. പക്ഷേ അത് എത്ര കണ്ട് നീ ചെലവഴിക്കുന്നോ അത്രത്തോളത്തോളം അത് കൂടി വരുന്നതാണ്. എത്രമാത്രം നമ്മളെ ഇൽമ് നമ്മൾ ചെലവഴിക്കുന്നു അത്രത്തോളത്തോളം അത് കൂടി വരും. നമ്മൾ മനസ്സിലാക്കിയാലോ? അപ്പം നമ്മൾ ഇൽമ കൊണ്ട് ദുനിയാവിന് ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ഏഴാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ. ഒന്ന്, ഒരു മനുഷ്യൻ്റെ രഹസ്യങ്ങളെ ചിക്കിക്കുത്തി ചിഴഞ്ഞ് അന്വേഷിച്ചുകൊണ്ട് ചോദിച്ച് അറിയാതിരിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത് ഇമാറത്ത്, അധികാരം നമ്മൾ ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ ആവശ്യമില്ലാത്തത് ആഡംബരത്തിന് വേണ്ടിയോ ആനന്ദത്തിന് വേണ്ടിയോ സൂക്ഷിച്ച് നേടിവെക്കാൻ വേണ്ടിയോ ചോദിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തത്. നാലാമത്തത് സ്ഥാനം, ആനന്ദത്തിന് വേണ്ടി സ്ഥാനങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തത് ജനങ്ങളോട് ചില കാര്യങ്ങൾക്ക് ചോദിച്ച് അഡിക്ഷനാകാതിരിക്കുക, അത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത് കിട്ടണം ഇത് കിട്ടണം എന്നിങ്ങനെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ സ്വശരീരത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ, അതല്ലാതെ അവൻ്റെ നേട്ടത്തിന് വേണ്ടിയല്ല. അതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൽമ കൊണ്ട് ദുന്യാവിനെ നീ ചോദിക്കണ്ട. ഇൽമ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയതാണ്. ആ ഇൽമ ഇവിടെ ജനങ്ങളിലേക്ക് പ്രബോധനം ചെയ്യാനുള്ളതാണ്, പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ അമ്പിയാക്കൾ മുഴുവനും ഞങ്ങൾ നിങ്ങളോട് ഈ ദുന്യവിയായി ഒരു കൂലിയും ഒരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല. അത് അള്ളാഹുവിനാണ് ഞങ്ങൾക്കുള്ള പ്രതിഫലം, നിങ്ങൾക്ക് തന്നെയാണ് അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയമുള്ള മോമിനികളെ, അപ്പോൾ നമ്മൾ എല്ലാം അള്ളാഹുവിലേക്ക് തവക്കലാക്കുക.
ഒരു മനുഷ്യനോട് ചോദിക്കാതൊക്കെ എങ്ങനെ? അതല്ല, സ്വശരീരത്തിൻ്റെ കാര്യലാഭത്തിന് വേണ്ടി മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുത്തിൻ്റെയും മുമ്പിൽ കൈ നീട്ടാതെ ചോദിക്കാനുള്ള അവസരം വരുത്താതെ നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും കൂടുതൽ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുമുള്ള സൗഭാഗ്യം നൽകട്ടെ. യാ അല്ലാഹ് യാ റഹ്മാനുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.